രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. അത് പിന്നെ ദശേട്ടോട് പറയൂ അച്ചുവിനെ ഒന്ന് വിളിക്കാൻ. പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പ്ലീസ്. ഞാൻ പറയാം. താങ്ക്സ്. അവന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവൾ പോയി. അവൾ പോയ വഴിയെ നോക്കി അവനും ചിരിച്ച് നേരെ ഓഫീസിലേക്ക് പോയി. ആരുഷിയും ആരോഹ്യയും ആരും മൈൻഡ് ചെയ്യാറില്ല. 3 പേരും കൂടി എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുകയാണ്. കൂടെ നമ്മുടെ മക്കൾസ് ഫാൽക്കിയും ജിമ്മുവും. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അച്ചുവിനെ ഇതുവരെ ദശ വിളിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ധ്രുവ അച്ചുവിന്റെ മുറിയിലെത്തി. ബാബി, എന്താ ധ്രുവേട്ടാ? ഇത് ഏട്ടൻ തരാൻ പറഞ്ഞു. ഇന്ന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. 10 മണിക്ക് പോണം. ബാബി പാക്ക് ചെയ്തു. ഞങ്ങളുണ്ട് കൂടെ, ഒരുമിച്ചിറങ്ങാം. തലയാട്ടിക്കൊണ്ടവൾ ഓരോന്നായി എടുത്തു വെച്ച്. ഇറങ്ങാറായോ മക്കളെ? കിച്ചു വന്നുകൊണ്ട് ചോദിച്ചു. ആ അമ്മ. പോയത് ആദ്യോടും ദാദായോടും അനുഗ്രഹം വാങ്ങിയിട്ട് 3 പേരും. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. കിച്ചു. ബാബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈകിട്ടെത്തും. ഇതേ സമയം 2 പേർ മെസ്സേജ് വിടുകയാണ്. തല എവിടെയാണെന്നറിയില്ല, ബട്ട് ഇതൊരു ഹണിമൂൺ ട്രിപ്പാണ്. ഞാൻ സമ്മതിക്കില്ല ഡേവിഡ്. ഹേ കൂൾ റോഹി. കൂടുതൽ എടുത്താലല്ലേ പിരിയുമ്പോ വേദനിക്കും. അവര് പ്രണയിക്കട്ടെ, ആരെയും കൊണ്ട് തകർക്കാൻ പറ്റാത്ത വിധത്തിൽ. എന്നാലേ അവരെ പിരിയിക്കാൻ ഒരു രസമുള്ളൂ. ഓക്കെ ഡേവിഡ്, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. ഇതേ സമയം ആരുഷി. അവരിന്ന് പോവുകയാണ്. നോ, അലോക് ഇന്ന് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബൈ. 3 പേരും കാറിൽ കയറി പുറപ്പെട്ടു. എയർപോർട്ടിലെത്തിയതും ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അച്ചുവിന്റെ ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു. ഐഷുവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്താണ് അച്ചു പോയത്. അത് കഴിഞ്ഞ് ഐഷുവും ധ്രുവും ഫ്ലൈറ്റിൽ കയറി അവരുടെ സ്ഥലത്തേക്കും പോയി. വൈകുന്നേരത്തോടുകൂടി അച്ചു ഒറ്റയ്ക്ക് എയർപോർട്ടിൽ വന്നു നിന്ന് എല്ലാ ചെക്കിങ് കഴിഞ്ഞതും അച്ചു ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. ദശ വരുമെന്നാണ് ധ്രുവേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇത്ര നേരമായിട്ട് കാണാതായത് അച്ചുവെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ബേബി ഗേൾ. തന്റെ ചെവിയോരം വന്ന ശബ്ദത്തിൽ അച്ചു തിരിഞ്ഞു നിന്ന് ദശനെ കെട്ടിപ്പിടിച്ചു. 2 ദിവസത്തെ എല്ലാ പരാതികൾക്കും അവൾ അവനെ മുറുക്കി വലിച്ചു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. 2 ദിവസം ഒരു ഫോൺ കോൾ, മെസ്സേജ് ഒന്നുമില്ലാതെ തീർത്തു ഒറ്റപ്പെടലാണെങ്കിലും അത് തന്നെ വല്ലാത്ത പിരിമുറുക്കം തന്നെ സൃഷ്ടിച്ചു. ദശ അങ്ങനെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എയർപോർട്ടിന് വെളിയിലേക്ക് വന്നു. എയർപോർട്ടിലെ സകല ആളുകൾ 2 പേരെയും നോക്കുന്നുണ്ട്. ദശ അതൊന്നും നോക്കാതെ തന്നെ അവൻ അവളെയും കൊണ്ട് കാറിൽ കയറി തന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ദശ അച്ചുവിനെയും കൊണ്ടുപോയത് പ്രധാന ദ്വീപായ പുലാവു ഉജ്ജോ ഉൾപ്പെടെ 63 ദ്വീപുകൾ ചേർന്ന് സിംഗപ്പൂർ എന്ന രാജ്യത്തിലേക്കാണ്. ഉദ്യാനങ്ങൾക്ക് പേരുകേട്ട നഗരമാണ് സിംഗപ്പൂർ. 150 വർഷത്തെ പഴക്കമുള്ള സിംഗപ്പൂർ സസ്യോദ്യാനം രാജ്യത്ത് നിന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ആദ്യത്തെ കേന്ദ്രമാണ്. ഗാർഡൻസ് ബൈ ദ ബേ എന്ന ജൈവോദ്യാനം സിംഗപ്പൂരിലെ മറ്റൊരു പ്രധാന സഞ്ചാര കേന്ദ്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം. ദശിന്റെ സ്വന്തം വില്ലയിലേക്ക് തന്നെയാണ് അച്ചുവിനെയും കൊണ്ടുപോയത്. നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഇവിടെയുണ്ട്. എവിടെ തിരിഞ്ഞാലും ദശിന്റെ ബ്ലാക്ക് ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. അച്ചുവിനെ അവരെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത പേടി തോന്നിയെങ്കിലും ദശ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അത് കുറഞ്ഞു. ഫ്ലൈറ്റിൽ നിന്നും നേരെ വില്ലയിലേക്ക് തന്നെ വന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയുള്ള ഇരുനില വീട്. അടുത്തടുത്തുള്ള പരിസരത്ത് ഇതുപോലെ ധാരാളം വില്ലാസുണ്ട്. എല്ലാത്തിലും ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ് കൂടുതലും. ഹണിമൂൺ ആഘോഷിക്കാൻ വന്നവർ. റൂം മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. അഹി, പോയി ഫ്രഷ് ആയി വാ. അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി. ഒരു ബ്ലൂ കളർ സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് അവൾ നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ തനിക്ക് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കണ്ട് അച്ഛൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയൊന്നും താൻ കഴിക്കില്ല. അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് വരെയുണ്ട്. അച്ഛനെ കണ്ടത് അവൻ അവളെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. ദശ എല്ലാ വിഭവങ്ങളിൽ നിന്നും ഓരോന്ന് വീതമെടുത്ത് അച്ചുവിന് സെർവ് ചെയ്തു. കൂടെ തനിക്കും. അച്ചു പതിയെ ഓരോന്ന് കഴിച്ചു തുടങ്ങി. ചില കറികൾ കേരള സ്റ്റൈൽ പോലെയാണെങ്കിലും രുചിയിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ എരിവോ പുളിയോ ഒന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാതെ അവൾ ഓരോന്നെടുത്ത് കഴിച്ചു. ദശ അവളെയും നോക്കി കഴിച്ചു. ഇരുവരും കഴിച്ചു കഴിഞ്ഞത് ദശ അവളെയും കൊണ്ട് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് വന്നു. ഇപ്പൊ ഇരുട്ടി തുടങ്ങി. ഗാർഡൻസ് ബൈ ദ ബേ, സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും ഭംഗിയാർന്ന സ്ഥലം. ലൈറ്റുകൾ കൊണ്ട് മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. രാത്രി സമയത്താണ് കൂടുതൽ ഭംഗി. പൂവിരിഞ്ഞു നിൽക്കുന്നത് പോലെ. ഇരുവരും കാറിൽ കയറി അവിടെ എത്തിയതും ദശ് അച്ചുവിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ദശേട്ടാ, എന്താ ഈ ചെയ്യുന്നേ?
സർപ്രൈസ് മൈ ബേബി ഗേൾ, ഡോണ്ട് ഓപ്പൺ യുവർ ഐസ്. അവളുടെ കണ്ണുകൾ ഒരു തുണി കൊണ്ട് കെട്ടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. വ്യൂ പോയിന്റ് എത്തിയതും ദശ അവളെ തിരിച്ചു നിർത്തി. ഇപ്പോ ഏകദേശം രാത്രിയാണ്. ദശ കണ്ണുകളുടെ കെട്ടഴിച്ചതും അച്ചു പതിയെ കണ്ണുകൾ തുറന്നു. തന്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അത്രയും മനോഹരമായിരുന്നു ആ കാഴ്ച. ഭൂമിയിൽ നിന്നും ഒരു ചെടി ഉയർന്നെഴുന്നേറ്റ് നിൽക്കും പോലെ നിറയെ കുഞ്ഞു കുഞ്ഞുകൾ ലെഡ് ബൾബുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൃത്രിമ ലൈറ്റ്സ്. ഈ ലൈറ്റ്സ് കൊണ്ടുണ്ടാക്കിയ പൂ പോലെ ഇരിക്കുന്നതിനെ പറയുന്ന പേര് സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി. ഏറ്റവും ഉയരമുള്ള സൂപ്പർ ട്രീയുടെ മേലിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി ബേയുടെ സമൃദ്ധമായ ചുറ്റുപാടുകളും മറീന ബേ ഏരിയയും ചേർന്ന് പൂന്തോട്ടത്തിന്റെ സമാനതകളില്ലാത്ത കാഴ്ച പ്രദാനം ചെയ്യുന്നു. കുഞ്ഞു കുഞ്ഞു മരങ്ങളും ചെടികളും റിവറുകളും എല്ലാം ചേർത്തൊരുക്കിയിരിക്കുന്നു. ചുറ്റും പച്ചപ്പ് നിറമാണ്. ഓരോന്നും ഒന്നിനൊന്നു മെച്ച് ഓരോന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്തത് അതിന്റെ ഇരട്ടി ഭംഗി വിളിച്ചോതുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുകളിലെ ബ്രിഡ്ജിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മുഴുവനും കാണാൻ സാധിക്കും. പതിയെ ഓരോന്ന് കാണാം. ഇന്ന് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. നിന്നെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്ന് നിനക്കറിയോ? അച്ചു ഇല്ലെന്നതുപോലെ തലയനക്കി. എന്നെ കുറിച്ചറിയാൻ, ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാൻ. അച്ചു അവനെ സംശയത്തോടെ നോക്കി. ദശ അത്രയും പറഞ്ഞ് തന്റെ കണ്ണിലെ ലെൻസ് എടുത്ത് മാറ്റിയത് അച്ചു കിടുകിടാ വിറച്ചുപോയി. മോൺസ്റ്റർ? അച്ചു ആ കണ്ണുകൾ കണ്ട് പതിയെ ഉച്ചരിച്ചു, യെസ് ഐ ആം. ഈ ലോകം മുഴുവൻ ആരാധനയോടെ കാണാൻ ആഗ്രഹിക്കുന്ന, തിന്മകൾക്ക് കാലനും നന്മകൾക്ക് ദൈവവുമായ ഒരേ ഒരു വ്യക്തി, അത് ഞാനാണ്, ദ മോൺസ്റ്റർ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അലറി. ചോര കണ്ട് അറപ്പു മാറിയവൻ, ദയയുടെ ഒരു കണിക പോലും ഇല്ലാത്തവൻ, ആരെയും നിർദാക്ഷണം കൊല്ലുന്നവൻ. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തെന്നാൽ ഞാൻ മാത്രമല്ല മോൺസ്റ്റർ, മൈ ബ്രദർ ഈസ് മോൺസ്റ്റർ. അവന്റെ കണ്ണുകൾ ലൈറ്റ് ബ്ലൂ കളറാണ്. പക്ഷേ അവൻ എന്നെക്കാൾ ഡേഞ്ചറാണ്. അച്ചു എല്ലാം കേട്ട് പേടിച്ചിരിക്കുകയാണ്. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ആ കൊലപാതകങ്ങളെല്ലാം ദശേട്ടനാണ് ചെയ്തത്? യെസ്, നീ ഇപ്പൊ വിചാരിച്ച സത്യമാണ്. പക്ഷെ ഞാൻ മാത്രമല്ല, ധ്രുവുണ്ട്. അച്ചു അവൻ പറയുന്നത് കേട്ട് ഞെട്ടി. എന്തിനാ അവരെ കൊന്നത്? അവർ പാവം ചെയ്തവരാണ് ബേബി ഗേൾ. ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചു വന്നവൻ. അവരാൽ കൊല്ലപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും നീതി ഞാൻ നടപ്പാക്കി. പക്ഷെ ഇവിടെ നിയമമില്ല ദശേട്ടാ. എവിടെ? ഐ ഡിഡ്ന്റ് സീ എനി ലോ. അതുകൊണ്ടാണല്ലോ പണത്തിന്റെയും പവറിന്റെയും പേരിൽ അവർ പുറത്തിറങ്ങിയത്. ദശേട്ടാ, അച്ചു അവന്റെ മാറി മറിയുന്ന ഭാവം കണ്ട് പേടിയോടെ വിളിച്ചു. ഹേയ്, ഡോണ്ട് പാനിക് മൈ ബേബി ഗേൾ. നിന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും മോൺസ്റ്റർ ആവില്ല, ഐ പ്രോമിസ്. അവളുടെ കൈ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ നീ ഇപ്പോ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണുകളിൽ ഞാനത് കാണുന്നുണ്ട്. പക്ഷെ അതാണ് നിനക്കും സംശയം അല്ലേ ബേബി ഗേൾ? അച്ചു നിറ കണ്ണുകളോട് തലയാട്ടി. ഞാൻ ഇങ്ങനെയാണ് അഹി. നീ എന്നെ വേണം സ്നേഹിക്കാൻ, അല്ലാതെ അകത്ത് വേറൊരാളും പുറത്ത് വേറെ അങ്ങനെ അഭിനയിക്കാൻ എനിക്കറിയില്ല. എന്റെ സ്നേഹം നിന്നെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ സഹിച്ചേ പറ്റൂ. എന്റെ സ്നേഹം ഇങ്ങനെയാണ്. നിനക്ക് നൽകുന്ന ഓരോ സർപ്രൈസും നിനക്ക് വേദനകൾ മാത്രമേ നൽകുന്നുണ്ടാവൂ എന്നും അറിയാം. നിനക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പറ്റൂ. മൈ ഫാദർ അലോക്രിപ്റ്റ്, ഹി ഈസ് എ ഡെവിൾ. ഡെവിളിൽ നിന്നും പിറവിയെടുത്ത മക്കൾ ഒരിക്കലും പൂച്ചക്കുട്ടികളാവില്ലല്ലോ. അതിന്റെ 10 മടങ്ങ് ശക്തിയുള്ളവരാകത്തുള്ളൂ. ഐ എം റൈറ്റ് അഹി? അച്ചു വീണ്ടും തലയാട്ടി. എന്റെ അമ്മ അച്ഛൻ ആരാണെന്നറിയാതെ എന്നെ സ്നേഹിച്ചത്. പക്ഷെ അച്ഛൻ ജീവിതത്തിൽ സ്നേഹിച്ചതും മോഹിച്ചതും എല്ലാം ഒരേ ഒരു പെണ്ണിനായിരുന്നു. അതെന്റെ അമ്മയാണ്. പക്ഷെ അച്ഛൻ ആരാണെന്നറിഞ്ഞപ്പോൾ അമ്മയാണ് കൂടുതൽ സ്നേഹിച്ചത്. സോ നിന്നെ കുഞ്ഞിലെ മാമൻ കാണിച്ചപ്പോൾ എന്റെ അമ്മയെപ്പോലെ തന്നെ. സോ ഐ ഡിസൈഡ്, എനിക്കൊരു ബാധ്യയുണ്ടെങ്കിൽ അത് നീയായിരിക്കണമെന്ന്. സോ ഞാൻ എന്റെ 15-ാം വയസ്സിൽ മാമനോട് ചോദിച്ചു. മാമൻ സമ്മതിച്ചു. ബട്ട് സം കണ്ടീഷൻസ് വെച്ചു. അത് നീ ഡയറി വായിച്ചപ്പോൾ മനസ്സിലായി കാണൂലേ? ദാറ്റ് റൈറ്റ്. പക്ഷെ അന്നു മുതൽ എന്റെ കണ്ണ് നിന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. നീ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല. നീ ഓർക്കുന്നോ അന്ന് ആ ആക്സിഡന്റ് സംഭവം നടന്ന ദിവസം ആദ്യമായി എന്റെ ശബ്ദം കേട്ടത് നീ ബോധം കെട്ടു വീണു? എല്ലാം എന്റെ പ്ലാനായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് എല്ലാം എന്റെ പ്ലാനായിരുന്നു.
നിന്റെ ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന്. യു റിമെമ്പർ? നിന്റെ ശത്രു? നോ നോ, നിനക്കാരും ശത്രുവല്ല. ബട്ട് അവൾ നിന്റെ ശത്രുവായിരുന്നു. ഓ വാട്ട് ഷീസ് നെയിം? അവൻ ആ പേര് ഓർത്തെടുത്തുകൊണ്ട് വല്ലാത്ത ഭാവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൃതിക. അച്ചു ആ പേര് പറഞ്ഞത്. യെസ്, അവൾ നിന്നെ താഴേക്ക് തട്ടിയിട്ടപ്പോ അവിടെ ഉണ്ടായിരുന്നു ഞാൻ. നീ അത് അറിഞ്ഞതുമാണ്. അച്ചു തലയാട്ടി. അപ്പൊ ദശേട്ടനാണോ അവളുടെ കൈയും കാലും ഓടിച്ചത്? യെസ്. അഹേ, യു നോ വൺ തിങ്. അച്ചു അവനെ നോക്കി. നിന്റെ കയ്യിലൊരു ചിപ്പുണ്ട്. അന്ന് ഞാൻ നിന്റെ കയ്യിൽ ഡോക്ടറിനോട് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത ഓപ്പറേഷനിലൂടെ വെച്ചത് അതിപ്പോഴും ഉണ്ട്. അച്ചു കണ്ണും മിഴിച്ചു നോക്കി. അപ്പോ അന്ന് ഞാൻ സംശയിച്ചത് ശരിയായിരുന്നു. യെസ് മൈ ബാർബി ഗേൾ. പിന്നെ അതിന്റെ നിയന്ത്രണം മൊത്തം എനിക്കാണ്. നിന്റെ നാവിൽ നിന്ന് സിദ്ധുവിന്റെ പേര് വരുമ്പോഴെല്ലാം ഞാനത് റിമോട്ട് കൺട്രോൾ ചെയ്യും. അപ്പൊ നിനക്ക് വേദന എടുക്കും. പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷെ അകത്തൊരു കുഞ്ഞു ചിപ്പുണ്ട്. മൈന്യൂട്ട് വൺ, ലിറ്റിൽ വൺ. അച്ചു ഇതെല്ലാം കേട്ട് വിറച്ചു നിൽക്കുകയാണ്. പിന്നെ പതിയെ അവനോട് ചേർന്നു. എന്നെപ്പോഴാ നേരിട്ട് കണ്ടത് എന്നറിയാനുള്ള ആകാംക്ഷ അവനോട് ചോദിച്ചു. അച്ചുവിന് തന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നിയത്. ദശു പറഞ്ഞു. ഇന്ന് നിനക്കും എന്തും ചോദിക്കാം. നിനക്കറിയാനുള്ളതെല്ലാം നിനക്ക് ചോദിക്കാം. ഒരുപക്ഷെ നാളെ ഇത് കിട്ടിയെന്ന് വരില്ല. അവൾ കണ്ണുകളടച്ച് അവനോട് ചോദിച്ചു. എപ്പോഴാ ദശേട്ടൻ എന്നെ നേരിട്ട് കണ്ടത്? വാ, ആ ഉത്തരം ഇവിടെ നിന്നല്ല, നമുക്ക് ആ റിവർ സൈഡിലേക്ക് പോവാം. അച്ചുവിന് വളരെ ശ്രദ്ധയോടുകൂടി ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ഇറക്കി റിവർ സൈഡിലേക്ക് നടന്നു. ആർട്ടിഫിഷ്യലായി ചെയ്തു വെച്ചിരിക്കുന്ന നിറയെ താമരകളാണ്. അവളെ അവന്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണ് ഞാനും ധ്രുവും കൂടി നിന്നെ കാണാൻ വരുന്നത്. ധ്രുവ് അന്നൊരു 10 പഠിക്കുക. എക്സാം ഒക്കെ കഴിഞ്ഞു. ആരോടും ഒന്നും പറഞ്ഞില്ല. ഒരു ടൂർ പോവാന്നും പറഞ്ഞു നിന്റെ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 11 മണിയോടെ അവിടെ എത്തി. വീട്ടിൽ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോഴൊരു കുട്ടിയെ കണ്ടത്. അവനോട് ചോദിച്ചപ്പോൾ നീ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുവാന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ആയുഷുവിന്റെ പാട്ടിൽ നൃത്തം വയ്ക്കുന്ന നിന്നെയാണ് കണ്ടത്. കുറേ നേരം അതും നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് ആയുഷ് കുറെ പേര് വിളിച്ചിട്ട് പോകുന്നതും കണ്ടു. നിന്നോട് ടീച്ചർ ബാക്കിയുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ പറയുന്നതും കേട്ടു. അതനുസരിച്ച് നീ ചൂട് വെച്ചു. ആ കുട്ടികൾ പിന്നെ അവിടെ നിന്ന് മടങ്ങി. ഇടയ്ക്ക് നിന്നെ വന്ന് കാണാറുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. എല്ലാം കേട്ടത് അച്ചു ദശനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.